ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ജെസി ആണ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, സോഷ്യൽ സയൻസ് ഒക്കെ ആർക്കെങ്കിലും ടഫ് ഉണ്ടെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മക്കളെ, NMMS ഒക്കെ തന്നെ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ബ്രഹ്മോസ് ബാച്ച് ഉള്ളത്. ബ്രഹ്മോസ് ബാച്ച് ഫ്രീ ബാച്ച് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബ്രഹ്മോസ് ബാച്ചിനകത്ത് വേഗം ഡൗൺലോഡ് ചെയ്തിട്ട് ബാച്ചിനകത്ത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് 1887 കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് NMMSനകത്ത് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം, ഹു ലെഡ് ദ റിവോൾട്ട് ഓഫ് 1887 അറ്റ് ആര ഇൻ ബീഹാർ. മക്കളെ, ബീഹാറിലെ ആരയിൽ ഈ 1887 കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നാണ്. അതിന്റെ റൈറ്റ് ആൻസർ ഫോർത്ത് വൺ ആയിട്ടുള്ള കുൻവർ സിംഗ് ആണ്. അപ്പൊ നമ്മൾ 1887 കലാപവും അതിലെ പ്രധാനപ്പെട്ടുള്ള ആ നേതാക്കളുടെ പേരും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവോൾട്ടാണ്, സംഘടിതമായിട്ടുള്ള ഓർഗനൈസ് ആയിട്ടുള്ള ഒരു റിവോൾട്ടാണ് 1887 കലാപം എന്ന് പറയുന്നത്. കലാപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്ന് സിപ്പാഹിമാരെ അല്ലെ ഇതിന് തുടക്കം കുറിച്ചത്. പെട്ടെന്ന് തുടക്കം കുറിക്കാനുള്ള കാരണം അന്ന് ബ്രിട്ടീഷുകാർ ഒരു തോക്ക് കൊണ്ടുവരികയാണ്. എൻഫീൽഡ് റൈഫിൾസ് ആണ്. ഈ എൻഫീൽഡ് റൈഫിൾസ് ഇതേപോലെ തന്നെ എന്താണ്, അത് പശുവിന്റെയും പന്നിയുടെയും ഒക്കെ തന്നെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആവരണം അതിന്റെ മുകളിലുണ്ട് എന്നുള്ള ഒരു ഒരു റൂമർ പരക്കുകയാണ്. ഇതിനെ തുടർന്ന് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിലുണ്ടായിരുന്ന ഈ പറയുന്ന ഇന്ത്യക്കാരായിട്ടുള്ള അതിലെ ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ തന്നെ ഹിന്ദുയിസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ഈ പറയുന്ന മുസ്ലിംസും അതുപോലെ ഹിന്ദുസും ഒക്കെ തന്നെ എന്താണ് ഇതിനെതിരെ വരികയാണ് അല്ലേ. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഈ ഒരു തോക്ക് ഉപയോഗിക്കില്ല, കാരണം ഞങ്ങളുടെ മതത്തിന് എതിരാണ് എന്നൊക്കെ എന്ത് ചെയ്യാണ് പറയാണ് അല്ലേ. അപ്പോൾ പശുവിന്റെയും പന്നിന്റെയും കൊഴുപ്പ് എന്ന് പറയുമ്പോൾ അത് മതപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവരെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ഇതുപോലെ ഗതികെട്ട് ഇതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് എതിരെ സമരം ചെയ്യുക അല്ലെങ്കിൽ കലാപം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരെ തന്നെ നിർബന്ധിച്ച ഒരു ബ്രിട്ടീഷുകാരനെ ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് മംഗൽ പാണ്ഡെ ബ്രിട്ടീഷുകാർ പിന്നീട് തൂക്കിക്കൊല്ലുകയാണ്. അപ്പോൾ 1887 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ഫസ്റ്റ് മാർട്ടയർ എന്ന് പറയുന്നത് ആരാണ്, മംഗൽ പാണ്ഡെയാണ്. പിന്നീട് ഇതേപോലെ തന്നെ കലാപം പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. അതാണ് മക്കളെ ഇതുപോലത്തുള്ളത്. ഡൽഹിയിൽ ഇതുപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് അന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. മക്കളെ, ഇത് എങ്ങനെ പഠിക്കും? ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു പാട്ടിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് പഠിക്കാൻ പോവാണ്. ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒക്കെ ഒരു ഈണത്തിലാണ് ഞാൻ പാടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഏറ്റു പാടണം. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ആ ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലോ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലോ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദോ മൗലവി അഹമ്മദുള്ളയുമേ, ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദോ മൗലവി അഹമ്മദുള്ളയുമേ, യെസ്. ഓക്കെ മക്കൾസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ടിലൂടെ ഇത് പ്രധാനപ്പെട്ട 1887 കലാപവും ആ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് അയക്കണം. അപ്പോൾ ഞാനൊന്ന് ഒരിക്കൽ കൂടി പറയാണ്, NMMSന്റെ ഫ്രീ ബാച്ചിലുള്ള ബ്രഹ്മോസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടുടനെ തന്നെ ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, ബ്രഹ്മോസിന്റെ ഭാഗമായി മാറുക. ഇനി വേറൊരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അത് ഓണം എക്സാമിനകത്തൊക്കെ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ യോദ്ധ ബാച്ച് ഇതേപോലെ തന്നെ അഡ്മിഷൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്, അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ യോദ്ധ ബാച്ചിനകത്ത് ചേരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 9954000800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, നേടണം. So all the very best, makale, all the very best. Bye.